പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ വിസിയുടെ തീരുമാനത്തിൽ നടപടിയുമായി ഗവർണർ. തീരുമാനം റദ്ദാക്കാൻ ഗവർണറുടെ നിർദ്ദേശം. സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ടും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, എന്തായാലും വിസിയുടെ നടപടിക്ക് റദ്ദാക്കിയിരിക്കുകയാണ് ഗവർണർ. വിശദാംശങ്ങൾ. അനു, ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ 33 പേരുടെ പട്ടിക, ആ പട്ടികയിൽപ്പെട്ട 33 പേർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങളും ചില തെളിവുകളും അടക്കം ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയും ഒപ്പം തന്നെ ഈ സംഭവം പുറത്തു വന്ന അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ 33 പേരെ കോളേജിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. പക്ഷേ ആ സസ്പെൻഷനാണ് കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാല പുതിയ വി സി പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് റദ്ദാക്കിക്കൊണ്ട് അവർക്ക് വീണ്ടും കോളേജിലേക്ക് പ്രവേശനം നൽകിയത്. ഈ പ്രവേശനത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് കുടുംബം ഉൾപ്പെടെ ഇന്ന് രാവിലെയോടുകൂടി രംഗത്തെത്തിയത്. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഉൾപ്പെടെ ഉള്ളവർ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. ഈ ഒരു നടപടി തെറ്റായിപ്പോയി, തെളിവുകളടക്കം നശിപ്പിക്കാനും ഒപ്പം തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി സി അടക്കം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വി സിയുടെ നടപടിക്കെതിരെ നേരിട്ട് തന്നെ ചാൻസലർ കൂടിയായ ഗവർണറെ കാണുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുടെ നടപടി കൂടി വന്നിരിക്കുന്നത്. ഈ ഒരു വി സി സ്വീകരിച്ചിരിക്കുന്ന നടപടി, അതായത് 33 പേരുടെ സസ്പെൻഷൻ റദ്ദാക്കി കോളേജിലേക്ക് തിരികെ എടുക്കാനുള്ള നടപടി പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നിർണായക നടപടികൾ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, ഇവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരികെ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ട് രൂപേണ നൽകണമെന്നൊരു ആവശ്യം കൂടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് വി സിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി വി സി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. 33 പേരിൽ വളരെ കുറച്ചു പേരാണ് ഈ കേസുമായി ബന്ധമില്ലാതെ ഉള്ളത്. ആ ബന്ധമില്ലാതെ ഉള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് തിരികെ എടുത്തത്. അല്ലാതെ മറ്റൊരു സമീപനവും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് വി സിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ ഗവർണർ ഈ നടപടി സ്വീകരിച്ചതിന് ശേഷമുള്ള ഔദ്യോഗിക പ്രതികരണം വി സിയുടെ ഭാഗത്ത് നിന്ന് വന്നില്ല. ഇനി ഏത് തരത്തിലുള്ള റിപ്പോർട്ട് വി സി ഗവർണർക്ക് നൽകുമെന്നുള്ളതാണ് നിർണായകം. അതിൽ ഏത് തരത്തിലുള്ള നടപടി ഗവർണർ സ്വീകരിക്കുമെന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കിയിട്ടില്ല എന്ന പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബം ഉൾപ്പെടെ ക്ലിഫ് ഹൗസിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പ്രതികളായി ആരോപിക്കപ്പെടുന്നവരുടെ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി, അതിന് പിന്നാലെ അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ നിർണായക നീക്കവും. അനു, ശരി, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.